ഹോസ്പിറ്റലിൽ വൈഭവിൻ്റെ ഫ്രണ്ട് കിരൺ അവനെ കാണാൻ വേണ്ടി വന്നു. അവനുമായി സംസാരിച്ചിരിക്കെ കിരൺ അവനോടായി ചോദിച്ചു, വൈഗ എവിടെ? അവളല്ലേ ഇവിടെ നിൻ്റെ ഒപ്പം നിൽക്കേണ്ടത്? അത് ചോദിച്ചതും വൈഭവിൻ്റെ മുഖം മങ്ങി. അവനോടായി പറഞ്ഞു, ഡാ, അവൾക്ക് നല്ല സുഖമില്ല, അല്ലെങ്കിൽ ഇവിടെ കണ്ടേനെ. അവൾക്ക് എന്ത് അസുഖം? അത് വയറുവേദന ആണെന്നാണ് അമ്മ പറഞ്ഞത്, വൈഭവ് പറഞ്ഞു. അത് കേട്ടതും കിരൺ ചാടി എണീറ്റു. എന്നിട്ട് അവനോടായി തിരക്കി, അവൾ ഇപ്പോൾ എവിടെയാണെന്നും എവൻ്റെ കൂടെയാണെന്നും നിനക്കറിയാമോ? അത് കേട്ടതും വൈഭവിൻ്റെ മുഖം ചുമന്നു. ആ അവസ്ഥയിലും അവൻ കിരണിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. വൈഭവ് കിരണിനെ അവനിലേക്ക് അടുപ്പിച്ചു. എന്താടാ പറഞ്ഞത്? പുന്നാര മോനെ, അവളെപ്പറ്റി ഇനി ഒരക്ഷരം പറഞ്ഞു പോരുത്. പറഞ്ഞാൽ ഈ നാവ് ഞാൻ പിഴുതെടുക്കും. കിരണിനോട് വൈഭവ് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളി, അപ്പോൾ നീ ഇത് കാണ് എന്നും പറഞ്ഞ് അവൻ ഫോണിലെ കുറേ വീഡിയോകളും ഫോട്ടോകളും വൈഭവിനെ കാണിച്ചു. എല്ലാം കണ്ടു കഴിഞ്ഞതും അവൻ്റെ കണ്ണുകൾ രക്തവർണ്ണമായി. ഡാ, അവൾ നിന്നോട് കാണിക്കുന്നതെല്ലാം വെറും അഭിനയമാണ്, അല്ലെങ്കിൽ അവൾ ഇപ്പോൾ ഇവിടെ കണ്ടേനെ നിൻ്റെ ഒപ്പം. വൈഭവിൻ്റെ മുഖം മാറി. ഡാ, ഇപ്പോൾ അവൾ എവിടെയുണ്ട്? കിരൺ പറഞ്ഞു. നീ അത് വിട്, അതല്ല ഇപ്പോൾ പ്രാധാന്യം. അവളെ നിൻ്റെ അടിമയായി നിൻ്റെ വീട്ടിലുണ്ടാകണം. ഇനിയുള്ള എല്ലാ കാലവും അതിനുള്ള വഴി നീ നോക്കണം. അവളും നീയുമായിട്ടുള്ള മാരേജ് എത്രയും വേഗം ഫിക്സ് ചെയ്യണം. അതാണ് ഇപ്പോൾ വേണ്ടത്. വൈഭവ് ഒന്ന് മൂളി. എന്നിട്ട് കിരണിനോട് പറഞ്ഞു, സോറിഡാ, ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്തു, ഒന്നും ചിന്തിക്കാതെ. എന്നാൽ കിരണിൻ്റെ കണ്ണിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢത വൈഭവ് കണ്ടില്ല. കിരൺ പറഞ്ഞു, അതൊക്കെ പോട്ടെ, നീ ഒന്നും മറന്നു പോകല്ലോ. അവൾക്ക് വേണ്ടിയാണ് അവളുടെ അച്ഛനെ. കിരൺ പറഞ്ഞു. മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ വൈഭവ് ഇടയിൽ കയറി പറഞ്ഞു, ആ, ഓർമ്മയുണ്ട്, നീ പോയിക്കോ, ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. അത് കേട്ടതും കിരൺ പുറത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. അവൻ മനസ്സിലായി പറഞ്ഞു, വൈഭവേ, നീ അവളെ കെട്ടുക മാത്രമേ ഉള്ളൂ. അവൾ എനിക്കുള്ളതാ. അവളെയും കൊണ്ട് ഞാൻ പോകും. എനിക്ക് വേണം അവളെ മതിവരുവോളം ആസ്വദിക്കാൻ. അവളെ പണ്ടേ മോഹിച്ചവൻ ഞാനാണ്. ബീച്ചിൽ ധ്രുവ് വൈഗയുടെ മടിയിലേക്ക് കിടക്കുകയാണ്. അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ മൃദുവായി തഴുകുന്നുണ്ട്. ധ്രുവ് അവൻ്റെ കണ്ണിലെ കൂളിംഗ് ഗ്ലാസ് ഊരി ഷട്ടിൽ കോർത്തിട്ടു. അവൻ്റെ കണ്ണുകൾ വൈഗയിലൂടെ അലഞ്ഞു നടന്നു. അവൻ്റെ കണ്ണുകൾ മുകളിലേക്ക് ചലിച്ചു. ഒടുവിൽ അവളുടെ കണ്ണുകളിലെത്തി നിന്നു. ഇതേ നിമിഷം അവൻ്റെ കണ്ണുകൾ അവളുടേതുമായി കോർത്തു. അവൻ്റെ ഉള്ളിൽ അലയടിക്കുന്ന വികാരം കണ്ണുകളിലൂടെ അവൾക്ക് കൈമാറി. വൈഗയുടെ മുഖം നാണത്താൽ ചുവന്നു. ധ്രുവ് ചോദിച്ചു, വൈഗ, നീ ബ്ലഷിങ് ചെയ്യുന്നു. അവൻ പറഞ്ഞു, അപ്പോൾ നിനക്ക് എന്തോ എന്നിൽ നിന്നും വേണം, അത് നീ ആഗ്രഹിക്കുന്നു. അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് മുഖമടുപ്പിച്ചു. അവളുടെ കൈകൾ കൊണ്ട് അവളുടെ ചുണ്ടിനെ പൊതിഞ്ഞു പിടിച്ചു. ധ്രുവ് ഒന്നും നോക്കിയില്ല. അവളെയും കൈകളിൽ കോരിയെടുത്ത് ബീച്ചിലേക്ക് ഇറങ്ങി. വൈഗയ്ക്ക് പേടിയായി. തിരയും ആഴവും കുറവാണ്. എങ്കിലും അവൾ രണ്ട് കൈയും അവൻ്റെ ഷോൾഡറിലായി വെച്ചു അവനെ മുറുകെ പിടിച്ചു. ഹേയ്, കൂൾ ബേ. അതും പറഞ്ഞ് ധ്രുവ് അവളെയും ചേർത്ത് പിടിച്ച് വെള്ളത്തിലേക്കൊന്ന് മുങ്ങി. രണ്ടുപേരുടെയും ദേഹങ്ങൾ തമ്മിൽ ഒന്നുരസി. അവൻ അവളെ കൂടുതൽ ഇറകെ പുണർന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടേതുമായി കോർത്തു. പതിയെ മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും നുണഞ്ഞു വിട്ടു. അവൻ അവളുമായി ഉയർന്നു. അവൾ നന്ദി കിതയ്ക്കുന്നുണ്ടായിരുന്നു. ധ്രുവ് അവളോട് പറഞ്ഞു, വൈഗ, ഒന്നൂടെ. ധ്രുവ് പറഞ്ഞു തീർന്നതും അവൾ അവനെ തള്ളിമാറ്റി അവിടെ നിന്ന് പോയി. അവൾക്ക് നന്നായി തണുക്കാൻ തുടങ്ങി. ധ്രുവ് അവളോടായി പറഞ്ഞു, ഡ്രസ്സ് മാറണോ എങ്കിൽ പറ. അവൾ പെട്ടെന്ന് വേണ്ട എന്ന് തലചലിപ്പിച്ചു. അവൻ വേഗം അവളുമായി വീട്ടിലേക്ക് തിരിച്ചു. ഡ്രൈവിങ്ങിനിടയിൽ അവൻ AC ഓഫാക്കി. എന്നിട്ട് അവൻ്റെ ബ്ലേസർ എടുത്തു അവളെ നന്നായി പൊതിഞ്ഞു. അവൻ്റെ കാറിൻ്റെ വേഗത കൂടി. ഓഫീസിൽ എബി ചോദിക്കുന്നതിനല്ല കീർത്തന റിപ്ലൈ തരുന്നതും പറയുന്നതും അവളുടെ നോട്ടവും സംസാരവും അവനെ നന്നായി ചൊടിപ്പിക്കുന്നുണ്ടായിരുന്നു. എബി ഈ കാലത്ത് എന്തിനാ കർത്താവെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നത്? എബിയുടെ രോദനം. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ എന്നും പറഞ്ഞ് എബി തലകുനിച്ച് ഓഫീസ് ടേബിളിൽ കിടന്നു. ഇതേ സമയം ധ്രുവ് പറഞ്ഞ ഡീറ്റെയിൽസിലെ ആളെ തപ്പി നടക്കുകയാണ് പീറ്റർ. ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് വശത്തായി സൈഡിൽ അവൻ്റെ ബുള്ളറ്റിൽ ചാരി നിൽക്കുകയാണ്. അപ്പോഴാണ് പീറ്റർ കാണുന്നത് ഫ്ലാസ്കും പിടിച്ച് തൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു 50 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന സ്ത്രീ. അവൻ മൊബൈൽ എടുത്ത് അതിലുള്ള ഫോട്ടോ പരിശോധിച്ചു, ഒന്ന് ഉറപ്പ് വരുത്തി. എന്നിട്ട് അവൻ പറഞ്ഞു, അപ്പോൾ ഇതാണ് പ്രമീള അമ്മായി. അവൻ പതിയെ അവരെ ഫോളോ ചെയ്തു. അവർ ചായ വാങ്ങി തിരിച്ചു വരുന്നത് നോക്കി പീറ്റർ അവിടെ നിന്നു. പ്രമീള ഫ്ലാസ്കുമായി ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങിയതും പീറ്റർ പിറകിലൂടെ ചെന്നു.
ചുറ്റുമൊന്ന് നോക്കി. ആരുമില്ല എന്നുറപ്പ് വരുത്തിയ ശേഷം പുറകിൽ നിന്നും ആഞ്ഞൊന്ന് തള്ളി. തള്ളലിൻ്റെ ആഘാതത്തിൽ അവർ കൈയും കുത്തി വീണു. അയ്യോ, എൻ്റെ കൈ! പ്രമീള ഉറക്കെ നിലവിളിച്ചു. പീറ്റർ ഒന്നും കണ്ടിട്ടില്ല എന്ന പോലെ അവിടെ നിന്നും പോയി. അപ്പോൾ അവിടെ അധികം ആളുകളില്ലാത്ത സമയമായിരുന്നു. പ്രമീളയുടെ നിലവിളി കേട്ട് ക്യാൻറ്റീനിലുള്ള സ്റ്റാഫുകളാണ് ഹോസ്പിറ്റലിനകത്തേക്ക് അവരെ ആക്കിയത്. വലത് കൈയും കുത്തി വീണതിനാൽ പ്രമീളയുടെ കയ്യിൽ സ്വെല്ലിംഗ് വരാൻ തുടങ്ങി. അപ്പോൾ തന്നെ രാമൻ അവരെയും കൊണ്ട് എമർജൻസി വിഭാഗത്തിൽ കാണിച്ചു. പീറ്റർ ഫോണെടുത്ത് ധ്രുവിന് മെസ്സേജ് അയച്ചു. വീട്ടിലേക്ക് തിരിച്ച് ധ്രുവിൻ്റെ കാർ ഒരു ഇരുമ്പലോടെയാണ് വന്നു നിന്നത്. അവൻ വേഗം പുറത്തിറങ്ങി കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും വൈകയെ ഇരു കൈകളാൽ കോരിയെടുത്തു. അകത്തേക്ക് നടന്നു. അപ്പോഴും വൈഗ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ധ്രുവ് കോളിംഗ് ബെല്ലടിച്ചു. വൈഗ പറഞ്ഞു, ധ്രുവ് പ്ലീസ് എന്നെ താഴെ ഇറക്ക്, മത്തായിച്ചൻ വന്ന് കണ്ടാൽ. അത് കേട്ടതും ധ്രുവ് വൈഗയെ കൂർപ്പിച്ചൊന്ന് നോക്കി. വൈഗ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടതും അവൻ്റെ കൈകളിൽ നിന്നും പിടഞ്ഞ് താഴെ ഇറങ്ങി നേരെ നിന്നു. ഡോർ തുറന്ന മത്തായി കാണുന്നത് വെള്ളത്തിൽ വീണ കോഴിയെപ്പോലെ നിൽക്കുന്ന വൈഗയെയും ധ്രുവിനെയുമാണ്. മത്തായിച്ച ഒന്ന് മാറിക്കേ എന്നും പറഞ്ഞ് രണ്ടാളും ധൃതിയിൽ അകത്തേക്ക് പാഞ്ഞു. വൈഗയെ റൂമിലാക്കി ധ്രുവ് അവൻ്റെ റൂമിലേക്ക് പോയി. പോകുന്ന വഴി മത്തായിച്ചനോടായി പറഞ്ഞു, മത്തായിച്ച 2 കോഫി.